കാണിച്ചു തരാം കേട്ടോ. ഇനി ഞങ്ങള് വീണ്ടും തിരിച്ച് കാറിലോട്ട് പോവാണ് അല്ലേ. ഇതാണ് ഇവിടെ വൈനൊക്കെ വിൽക്കുന്ന ചേച്ചി കേട്ടോ. ചേച്ചിയുടെ പേരെന്താ? ചേച്ചി ആണ് നമ്മുടെ കമ്പത്തെ മുന്തിരിത്തോട്ടം. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങള് ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ എല്ലാ വ്ളോഗ് വീഡിയോസും ഇടണേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പോട്ടെ എല്ലാ വീഡിയോസും ഇടാം. അങ്ങനെ ഞങ്ങളുണ്ടല്ലോ ഇന്ന് ആമ്പൽപ്പൂ കാണാൻ പോവാണ് കേട്ടോ. എൻ്റെ ഒരു കൂട്ടുകാരി ഞങ്ങളുടെ നെയ്ബറും എല്ലായിട്ടുള്ളൊരു ഫ്രണ്ടുണ്ട് ഞങ്ങൾക്കിവിടെ, ഫാമിലി ഫ്രണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് കോട്ടയത്ത് കുമരകത്ത് ആമ്പൽപ്പൂ ഉള്ള വലിയൊരു കുളം ഉണ്ടെന്ന്. അങ്ങനെ അത് കാണാൻ വേണ്ടി പോവാണ്. ഇവിടുന്ന് കുമരകം വരെ പോവാം. പിന്നെ എത്ര കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഇവിടുന്ന്? ഫേസ്ബുക്കിൽ കണ്ടേ. അങ്ങനെ അത് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ആട്ടോ ഷെവി, ഞാൻ എല്ലാ വീഡിയോയിലും ടോന്ന് അറിയാതെ എൻ്റെ വായിന്ന് വീണ് പോകട്ടോ. നിങ്ങൾ വ്ളോഗ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഈ പറയുന്ന കൂട്ടത്തിൽ നമ്മൾ ടോന്ന് അറിയാതെ വന്നേട്ടെ. മനഃപൂർവ്വം പറയുന്നില്ല, ക്ഷമിച്ചേക്ക് കേട്ടോ, മനുഷ്യരല്ലേ പിള്ളേ. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളെല്ലാം കാണാം. അപ്പം ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. 10 മണിക്ക് ഇറങ്ങാൻ പറഞ്ഞ് അവർ ഇതുവരെ വന്നിട്ടില്ല. 10:10 അപ്പം ഞങ്ങൾ അവരെയും കാത്തിരിക്കുവാണ്. അപ്പം പോവാം. ഞങ്ങളങ്ങനെ പോവാണ് കേട്ടോ. ഇതാണ് നൗഷർക്ക അല്ലാതെ കാണുന്നില്ല. ഇത് സജില, ഇത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടും ഞങ്ങളുടെ നെയ്ബറും എല്ലാം കൂടിയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടാണ് ഇത് വൺ ഡേ ട്രിപ്പിന് പോവാണ്. അപ്പം അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ ബാക്കി കാണാം. പോട്ടെ ഗൈസ്, ഞങ്ങള് ആമ്പൽപ്പൂ കാണാൻ വേണ്ടി പോവാനിരുന്നേ. പക്ഷെ ഞങ്ങളവിടെ നമ്മുടെ ഫ്രണ്ട് അവിടെ ഉണ്ട്. അപ്പൊ അവരെ വിളിച്ചു ചോദിച്ചപ്പം ഓൾറെഡി മഴയായിട്ട് ആമ്പൽപ്പൂ എല്ലാം വെള്ളത്തിലാത്തായി പോയി. അതുകൊണ്ട് ഞങ്ങളുടെ ട്രിപ്പ് ഞങ്ങൾ കമ്പത്തോട്ടാക്കി കേട്ടോ. കമ്പത്ത് മുന്തിരിപ്പാടം കാണാൻ പോകട്ടോ. മുന്തിരി അല്ലേ നൗഷർക്ക? മുന്തിരിത്തോട്ടം കാണാൻ പോവാണ് ഞങ്ങൾ കേട്ടോ. അതെ സജില നൗഷർക്ക. അങ്ങനെ ഞങ്ങള് ഒരു കാട്ടിക്കൂടി പോവാണ്. വെയിറ്റ് ചെയ്യാൻ റോഡ് കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇതാണ് വാവര് പള്ളി കേട്ടോ. നമ്മൾ കാറിൽ പോകുന്നോണ്ട് ഇത്രേ കിട്ടത്തോള്, ഉള്ളു കിട്ടത്തില്ല അല്ലേ. കണ്ടോ വാവര് പള്ളി. ഇത് കണ്ടോ, ഇതെവിടെയൊക്കെ ഇത് മുണ്ടക്കായൊന്നും അയ്യേക്കുന്ന വെള്ളത്തിന്റെ ഒഴുക്ക് കണ്ടോ. എന്താ ഒഴുക്കാ നോക്കിയേ. വഴുക്കലുണ്ട്, സൂക്ഷിക്കുക. നമുക്ക് പോവാം. നിങ്ങളെ ഒരു അടിപൊളി പ്ലേസ് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, എവിടെയാ സ്ഥലമൊന്നും എനിക്ക് അറിയത്തില്ല. അടുത്ത് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. വെള്ളച്ചാട്ടം. ഷെഫി എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? കണ്ടോ, അടിപൊളി. ഇനി ഞങ്ങള് വീണ്ടും തിരിച്ച് കാറിലോട്ട് പോവാണ് അല്ലേ ഷെവി? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പൊ ഇനി നമുക്ക് ബാക്കി പോവാം. നമ്മളങ്ങനെ വീണ്ടും തിരിച്ച് വണ്ടി പോവാണ് കേട്ടോ. ഞങ്ങള് ചോറ് കഴിക്കാൻ വേണ്ടി വന്നിട്ട് കേട്ടോ. 3 മണിയായി. ഞങ്ങൾ അന്നേരം വിശക്ക്. ഞങ്ങളെ കുറേ ഹോട്ടലിൽ നോക്കി അവസാനം ഞങ്ങള് പട്ടാളക്കാരന്റെ പട്ടാളക്കാരന്റെ തട്ടുകട കണ്ടു കേട്ടോ. അപ്പൊ വന്നപ്പോ ഒരു അടിപൊളി വ്യൂ കാണണം നിങ്ങൾക്ക്. ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ ഈ വ്യൂ ഉണ്ട്, അടിപൊളിയില്ലേ. പട്ടാളക്കാരന്റെ തട്ടുകട. അപ്പൊ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അല്ലേ. ഊണ് കഴിച്ചിട്ട് വരാം.
അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നമുക്ക് നാടൻ ചോറാണ് കിട്ടിയത്. കാരണം കേരളം വിട്ടങ്ങോട്ട് പോയാൽ പിന്നെ നമുക്ക് നാടൻ ചോറൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. വണ്ടിപ്പെരിയാർ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് തമിഴ്നാടിനടുത്താണല്ലോ. എന്നിട്ടും പക്ഷെ നല്ല ചോറും നല്ല മീൻകറികളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ ഫുഡ് എടുത്തുകൊണ്ട് പോകുന്നില്ല. അവിടെ ആണെങ്കിൽ നമ്മുടെ പിന്നെ സഞ്ചാരം നടത്തുന്ന മറ്റേ ജോർജ് സന്തോഷ് കുളങ്ങരയില്ലേ, അങ്ങനെ അവർ പിന്നെ കുറേ സീരിയൽ ആക്ടേഴ്സൊക്കെ അവിടെ വന്നിട്ട് ഈ റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിച്ച കുറേ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കുറച്ച് ഫെമിലിയർ ആണെന്ന്. അപ്പം ഈ ഒരു വണ്ടിപ്പെരിയാർ ഒരു ഭാഗത്തോട്ട് പോകുന്നവർക്ക് നല്ലൊരു റെസ്റ്റോറൻ്റാണ് ഈ ഒരു പട്ടാളക്കാരൻ്റെ തട്ടുകടയെന്ന് പറയുന്നത് കേട്ടോ. നല്ല ഫുഡാണ്. അതുപോലെ നമ്മൾ 6 ഊണായിരുന്നു കഴിച്ചത്. നമുക്കൊരു 700 ആ ഒരു റേറ്റ് ആയിട്ടുള്ളൂ കേട്ടോ. പ്രൈസൊക്കെ വളരെ കുറവാണ്. അതുപോലെ നമുക്ക് മീൻ പൊരിച്ചതായിട്ട് അത് തന്നത് മത്തിയായിരുന്നു കേട്ടോ. മത്തി, അതുപോലെ ചൂര, മുളക് കറി അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അവിയൽ, തോരൻ, മോര്, സാമ്പാർ ഒക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ ലേറ്റായി, കുറേ ഇടത്തെല്ലാം തപ്പിയിട്ട് നമുക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റ് കിട്ടിയപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ അതേ ഞങ്ങൾ പട്ടാളക്കാരൻ്റെ തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ വീണ്ടും കമ്പത്തോട്ട് യാത്ര ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ ഓണർ കേട്ടോ, പട്ടാളക്കാരൻ്റെ തട്ടുകടയുടെ ഓണർ. പുള്ളി ഒരു വ്ളോഗറാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് കണ്ടുമുട്ടുകയാണ് കേട്ടോ. ഫുഡൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുവഴി പോകുന്നവരെല്ലാം വണ്ടിപ്പെരിയാർ കേട്ടോ, വണ്ടിപ്പെരിയാറേ പട്ടാളക്കാരൻ്റെ തട്ടുകട. ഫുഡൊക്കെ അടിപൊളിയല്ലേ? എല്ലാവരും ഈ ഒരു ഏരിയ വരുന്ന ആൾക്കാരെല്ലാം ഫുഡ് കൂടെ ഒന്ന് കഴിക്കണം കേട്ടോ. സൂപ്പറാണ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും കമ്പത്തോട്ട് പോവാണ്. നമ്മളങ്ങനെ തമിഴ്നാട് കേട്ടോ. ഇനി ഇവിടുന്ന് 7 കിലോമീറ്റർ അല്ലേ, 7 കിലോമീറ്റർ വേണം നമുക്ക് തിരിച്ച്. അങ്ങനെ ഞങ്ങളിതേ കമ്പത്ത് വന്നിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ കമ്പത്ത് മുന്തിരിത്തോട്ടത്തിൽ വന്നിരിക്കുകയാണ്. നമുക്ക് ഇനി അകത്തോട്ട് പോവാം. നമ്മളിതാ മുന്തിരിത്തോട്ടത്തിനകത്തോട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ് കേട്ടോ. സജില അവിടെ പോയി. സജില, നമ്മളിതാ മുന്തിരിത്തോട്ടത്തിനകത്തോട്ട് കയറുവാണല്ലേ. മുന്തിരിയൊന്നും കാണുന്നില്ലല്ലോ. മുന്തിരിയൊന്നും ഇല്ലല്ലോ ഇവിടെ. സീസൺ കഴിഞ്ഞോ? അകത്തോട്ടായിരിക്കും. അകത്തോട്ടൊക്കെ നമ്മളിങ്ങോട്ട് വരുമ്പോ തന്നെ ഇവിടെ ഒരു ഷോപ്പാണ് കേട്ടോ. അവിടെ മുന്തിരി, വൈനും ജ്യൂസും എല്ലാം ഉണ്ട്. നമുക്കിനി തോട്ടത്തിലോട്ട് പോകാം. ബാ. ഇവിടൊക്കെ ഉണങ്ങിപ്പോയെന്ന് തോന്നില്ലേ? ഉണങ്ങിപ്പോയി കേട്ടോ. കാണുന്നില്ല കേട്ടോ. ഇതെല്ലാം പിച്ചെന്ന് തോന്നി. ഇനി ഉള്ളിലോട്ടാണ്. നമുക്ക് ഉള്ളിലെ കാഴ്ച കാണുക. ഞാനങ്ങ് ഇറങ്ങട്ടെ. നമ്മുടെ കമ്പത്തെ മുന്തിരിത്തോട്ടം. അപ്പൂസ് എല്ലാം കാണിച്ചു കൊടുക്കട്ടോ. ഇതിലൊന്നും കണ്ടാ നമുക്ക് പിച്ച് തിന്നാൻ തോന്നും കേട്ടോ. പക്ഷെ ഒന്നും പിച്ച് തിന്നാൻ തോന്നും കേട്ടോ. പക്ഷെ ഇതൊന്നും പിച്ചാൻ പറ്റത്തില്ല. ഒരെണ്ണം പിച്ചാൽ 500 രൂപയാണ് ഫൈൻ കേട്ടോ. ഇത് ജസ്റ്റ് കാണുക മാത്രം, കഴിക്കാനുള്ള നമുക്ക് അവിടെ കേട്ടോ. അപ്പൂസ് എന്ത് ഭംഗിയുണ്ടില്ലേ? എങ്ങോട്ട് മുന്തിരിത്തോട്ടോ? അപ്പായ കാണിക്കും. കണ്ടിട്ട് പിച്ചാൻ തോന്നില്ലേ? ഇത് മൊത്തം ചുവന്ന മുന്തിരിയാ അല്ലേ? മറ്റേ പച്ച ഇല്ലെന്ന് തോന്നുന്നു. പച്ച ഇവിടെ ഇല്ല അല്ലേ? മുന്തിരിത്തോട്ടത്തൊക്കെ വരാൻ ആഗ്രഹമുള്ളൊരു നാട്ടിൽ ലീവിന് വരുമ്പോ വരണം കേട്ടോ. അടിപൊളിയാണ്. നമുക്ക് ഇവിടുന്ന് പുറത്ത് പോകുമ്പോ വൈനും ഒക്കെ ഉണ്ട്. വൈന്, ജ്യൂസ് എല്ലാം ഉണ്ട്. അവിടെ ഇതുണ്ട്, സ്റ്റാളുണ്ട്. അതാ ചേച്ചി നമുക്ക് കാണിച്ചു കൊടുക്കാം. കേൾക്കാൻ പറ്റത്തില്ല. നല്ല അടിപൊളി മുന്തിരിത്തോട്ടോ. പിച്ച് കഴിഞ്ഞാൽ ഫൈനാണ്. അബ്ദുള്ള അടയ്ക്കണം. അബ്ദുള്ള മുന്തിരിത്തോട്ടം എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? അബ്ദുള്ള ഇത് കണ്ടോ? ആ വീഡിയോ എടുക്കുന്നവർ എന്റെ സബ്സ്ക്രൈബറാണ് കേട്ടോ. ഞാൻ ഇവിടെ വെച്ച് കണ്ടുമുട്ടിയാണ്. കണ്ണൂരാണ്. പിന്നെ ഏതാണ്ട് ഇങ്ങനെ ഏക്കർ പോലെ കിടക്കുവാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ടൊന്നും പോവാൻ പറ്റത്തില്ല കേട്ടോ. അവിടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇട്ടിരിക്കുവാണ് കണ്ടോ. അങ്ങ് അറ്റം വരെ ഉണ്ട് കണ്ടോ.
ഫുള്ള് മുന്തിരിയാണേ. ചുമന്ന മുന്തിരിയാ മൊത്തം. ഞാൻ പച്ചമുന്തിരി ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. ഫുള്ള് ചുമന്ന മുന്തിരിയാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടായോ? അടിപൊളിയാട്ടോ. ഓരോണെങ്കിൽ നിങ്ങളിവിടെ വരണേ. നമുക്ക് അവിടെ പോയിട്ട് ഗ്രേപ്പ് മേടിക്കാം. ഇതാണ് ഇവിടെ വൈനൊക്കെ വിൽക്കുന്ന ചേച്ചി കേട്ടോ. ചേച്ചിയുടെ പേരെന്താ? ചേച്ചിയുടെ പേരെന്താ? அவங்க பேரு ബോണ കേട്ടോ. ബോന ചേച്ചി, നമ്മൾ ഈ മുന്തിരിയൊക്കെ പിച്ചാലും ഫൈനുണ്ടോ? ഫൈനെന്ന് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ പറയൂ, പക്ഷെ ഒരാൾക്കാരുടെ ഈ മേടിച്ചില്ല. പക്ഷെ മേടിക്കില്ല കേട്ടോ. ജസ്റ്റ് എഴുതി വെക്കും. കാരണം അങ്ങനെ എഴുതി വെച്ചാലേ ആരും പിച്ചാണ്ടിരിക്കത്തുള്ളൂ അല്ലേ? ചേച്ചിയുടെ ബുദ്ധി കൊള്ളാലോ. ഞങ്ങളുടെ ഓണർ ബുദ്ധിയാ. ഓണർ ബുദ്ധിയാ. എങ്ങനെയുണ്ട് വൈനൊക്കെ? അടിപൊളിയാ. വൈൻ നല്ല സെയിലുണ്ട്. എത്ര രൂപ വൈനൊക്കെ? 3/4 ലിറ്റർ മേടിച്ച 520 ഒരു കുപ്പി. ഒരു ഗ്ലാസ് 130 മില്ലി 100. ഇവിടെ ചെയ്ത ഓൺ പ്രൊഡക്റ്റാ. ഓൺ പ്രൊഡക്റ്റ് അല്ലേ? ഓൺ പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ചേച്ചിയുടെ വൈനൊക്കെ ഒന്ന് കാണാം. ചേച്ചി ഒന്ന് കാണിച്ചാൽ ஏகப்பட்ட பேட்டி கொடுத்துருக்கும்போல அதே வாங்கிக்கோம்போல எடுத்துக்கோங்க. നാളെ ഫേമസ് ആവും ചേച്ചി കേട്ടോ. വരുന്നവരെല്ലാം ചോദിക്കും ചേച്ചി എന്റെ ബോണൻ ചേച്ചി എന്റെ കാണിക്കാം. വൈനൊക്കെ ടേസ്റ്റ് ചെയ്തോ നോക്കാനേ. ஒயினோட கணக்கு நீ தானே வச்சுக்க, நீ தான் கொடுக்கணும். ஏனே நடுவுல நம்ம வந்தா கரெக்டா இருக்குமா? ഓക്കെ, വൈൻ ആരും പോയി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വൈൻ നമുക്ക് തരുവാണ്. பேட்டின்னு சொல்லி நிறைய கொடுக்க கூடாது. வாவ் சூப்பர் സൂപ്പർ. നമ്മൾ അടുത്ത ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഒരു ഗ്ലാസ് ജ്യൂസിന് 40 രൂപയാണ്. അപ്പൊ ഞാനൊന്ന് ജ്യൂസ് കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ചേച്ചി നമ്മുടെ ചേച്ചി അങ്ങനെ ജ്യൂസ് അടിക്കുവാണ് കേട്ടോ. ചേച്ചി ജ്യൂസ് കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ജ്യൂസ് അടിക്കട്ടെ. നമ്മുടെ ചേച്ചി ഇതാ ജ്യൂസ് അടിച്ച് ഗ്ലാസ്സിലാക്കിയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടല്ലേ ചേച്ചി. ഇതിന് വേണ്ട ജ്യൂസ് കുടിക്കാം കേട്ടോ. ട്രൈ പിടിച്ചോ. ചെറിയൊരു കവർപ്പാണ് കേട്ടോ. പയ്യെ പയ്യെ കുടിക്കേ. ചെറിയൊരു കവർപ്പുണ്ട് കേട്ടോ. അല്ല ഫ്രഷ് ആയിട്ട് അടിച്ചെങ്കിൽ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല കേട്ടോ. സംഭവം സൂപ്പറാണ്. നമ്മുടെ ബോനും ചേച്ചി കേട്ടോ. ചേച്ചിയാണ് ജ്യൂസിന്റെ വൈൻ്റെ ഒക്കെ ആള് കേട്ടോ. അപ്പൊ നിങ്ങൾ കമ്പത്ത് വരുന്നവര് ചേച്ചിയെ നോക്കാം. കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ കമ്പത്തെ മുന്തിരിത്തോട്ടമൊക്കെ കണ്ടിട്ട് തിരിച്ച് ഞങ്ങള് പോവാണ്. നൗഷർക്ക, സജില, ഷെഫി എങ്ങനെയുണ്ട് നമ്മുടെ? എല്ലാം അടിപൊളിയായിരുന്നു. ഞങ്ങൾ ആമ്പല് കാണാൻ പോയിട്ട് ഞങ്ങൾ മുന്തിരിത്തോട്ടം വരും. ഞങ്ങൾ ആമ്പല് കാണാൻ വേണ്ടി കോട്ടയം പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. കോട്ടയം പോകാൻ വേണ്ടി കാണുന്നില്ലേ? അപ്പൂസാണ്ട് ഇവിടെ ഉണ്ടല്ലോ. ഞങ്ങൾ പറയക്കാം. അപ്പൊ ഞങ്ങൾ ആമ്പല് കാണാൻ വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ. അവിടെ ആമ്പലിന്റെ കാര്യം വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞ് ആമ്പല് മൊത്തം വെള്ളത്തിൽ മുങ്ങി കിടക്കുക, ഇപ്പഴേ കൂടി ചെല്ലണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ എവിടെ വന്നത്, ഈ മുന്തിരിത്തോട്ടത്ത് വന്നത് കേട്ടോ. പക്ഷെ വന്നത് വെറുതെ ആയില്ല അല്ലേ? അടിപൊളി കേട്ടോ, സൂപ്പറാണ്. അപ്പം എല്ലാരും വരണം അല്ലേ? അപ്പൊ ഞങ്ങള് തിരിച്ചു വീണ്ടും വീട്ടിലോട്ട് പോവാണ്. ടാറ്റാ.